ഹായ്, ഞങ്ങൾ ഇപ്പൊ ഹോട്ടലിൽ എത്തിയതേ ഉള്ളൂ. ഒരു കാര്യം കാണിച്ചു തരാം, വാ. സമയത്ത് എത്രേ? 2 മണി. ഞങ്ങളിപ്പോ വന്ന് കേറിയുള്ളൂ. സന്തോഷം. പിന്നെ നിർബന്ധിച്ച് എടുത്ത് സംസാരിച്ച്. എത്ര പൈസ കൊടുത്തു? 1 ലക്ഷം. 1 ലക്ഷം കൊടുത്തു. ഇനി പോയിട്ട് ബാക്കി കൊടുക്കണം? ഇല്ല ഒരിക്കലും. പൂങ്കണ്ണീര് അവളുടെ ആട്ടം, അവൾക്ക് എന്തോ ഞരമ്പ് രോഗമുണ്ട്. അവൾ എന്ത് പറഞ്ഞ ഉടനെ അവൾ കരയുന്നെന്ന് പറഞ്ഞാൽ അവൾ അത്രയും തേർഡ് റേറ്റ് ആയതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അവൾക്ക് കൊടുത്തോ? അങ്ങനെ അനുമോള് ബിഗ് ബോസിന്റെ കപ്പടിച്ചതിന് ശേഷം ഇപ്പോഴും വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. ഒരുപാട് ആൾക്കാർ ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്ത് യോഗ്യതയുണ്ട് അനുമോക്ക്, PR കൊടുത്തതിന്റെ പേരിൽ മാത്രമാണ് അനുമോൾ കപ്പടിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് നാണമില്ലേടെ ഇനിയും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാനായിട്ട്. എത്ര PR കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനകത്ത് നമ്മൾ എന്തെങ്കിലും ചെന്ന് കാണിക്കണം. എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാലേ ജനങ്ങൾക്ക് അത് ഇഷ്ടപ്പെടത്തുള്ളൂ. അല്ലാതെ PR ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട് വെറുതെ അതിനകത്ത് പോയി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞുണ്ടല്ലോ, ജനങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടത്തില്ല. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് ജനങ്ങളുടെ വോട്ടാണ്. അതുപോലും മനസ്സിലാക്കാനുള്ള വിവരമില്ലാത്ത കുറെ എണ്ണം ഇറങ്ങി തിരിച്ചിരിക്കുവാണ്. ഇനി നിങ്ങൾ ഇതിന്റെ ഒരു റിയാലിറ്റി മനസ്സിലാക്കണം. പുറത്തുനിന്നുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടെ റീഎൻട്രി ചെയ്ത് അതിനകത്ത് ചെന്ന് എല്ലാവരും കൂടെ വളഞ്ഞിട്ട് അനുമോൾ ആക്രമിക്കുന്ന സീൻ വന്ന സമയത്തായിരുന്നു ജനങ്ങൾക്ക് എല്ലാവർക്കും അനുമോളുടെ അടുത്ത് ഭയങ്കര രീതിയിൽ എന്താ പറയട്ടെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് വന്നത്. അതായത് എല്ലാവരും കൂടെ ചേർന്നിട്ട് അനുമോൾ ആക്രമിക്കുന്ന കാണുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ആർക്കും അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പം ഈ പറയുന്ന കണ്ടസ്റ്റൻസ് ഇവരെല്ലാവരും കൂടെ കൂടിയിട്ടാണ് അനുമോക്ക് ഇപ്പം കപ്പ് മേടിച്ചു കൊടുത്തിരിക്കുന്നത്. അതുപോലും മനസ്സിലാക്കാനുള്ള ഒരു ബോധം ഇവർക്ക് ആർക്കും ഇതുവരെയും വന്നിട്ടില്ല. പ്രധാനമായിട്ട് നമ്മളിവിടെ നന്ദി പറയേണ്ടത് വേറെ ആരുടെടുത്തുമല്ല, ശൈത്യടുത്താണ്. ശരിക്കും പറഞ്ഞാൽ ശൈത്യ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ഒരു ഗെയിം ചേഞ്ചർ ആയിട്ടാണ് നമ്മളിവിടെ കാണേണ്ടത്. കാര്യം ആ കയറി ചെല്ലുന്നു, ആദിലെ നൂറേം വെളിയിലാക്കുന്നു, പിന്നെ അനുമോക്ക് കപ്പ് മേടിച്ചു കൊടുക്കുന്നു. അങ്ങനെ ശൈത്യ ചെയ്ത് കൂട്ടിയ കുറേ മണ്ടത്തരത്തിന്റെ ഫലമാണ് ഇപ്പോൾ ഈ കാണുന്ന കപ്പ്. അതിന് ഇനി എത്രത്തോളം കിടന്ന് കരഞ്ഞെന്ന് പറഞ്ഞിട്ടും യാതൊരു പ്രയോജനവുമില്ല. ശൈത്യ ഇപ്പോഴും ആ ഉള്ളിൽ ആ ഒരു വൈരാഗ്യം കൊണ്ട് നടക്കുവാണ്. ഇതേ കണക്കായിരുന്നു പണ്ട് പുള്ളിക്കാരത്തി ഏതോ ഒരു പരിപാടിക്ക് പോയ സമയത്ത് എന്തോ 5th പൊസിഷനോ 4th പൊസിഷൻ എങ്ങാണ്ട് പറഞ്ഞിട്ട് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി ഇറങ്ങിപ്പോയെന്നൊക്കെ പറയുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അതായത് പണ്ടേ ഈ പുള്ളിക്കാരത്തിയുടെ ക്യാരക്ടർ ഇങ്ങനെയാണ്. അപ്പം ഇവിടെ ബിഗ് ബോസിൽ വന്നപ്പോൾ ഇത്തിരി കൂടെ വിസിബിളായി, അത്രയേ ഉള്ളൂ. എന്തായാലും ഇത് കൂടുതലൊന്നും എനിക്ക് പറയാനായിട്ട് താല്പര്യമില്ല. എന്തായാലും അനുമോളുടെ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. പുള്ളിക്കാരത്തി അതിനകത്ത് ഒരുപാട് കാര്യം പറയുന്നുണ്ട്. പ്രത്യേകിച്ച് PR കൊടുത്ത എമൗണ്ടിൻ്റെ കാര്യം വരെ പറയുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ പറഞ്ഞുകൊണ്ട് നടന്നത് 16 ലക്ഷം രൂപ കൊടുത്തു എന്നല്ലേ. അനുമോൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാൻ 1 ലക്ഷം രൂപ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, എന്തായാലും നമുക്ക് ആദ്യമേ ആ ഒരു വീഡിയോ കാണുന്നതിന് മുന്നേ ഞാൻ വേദലക്ഷ്മി ഒരു സ്റ്റോറി Instagramൽ ഇട്ടിട്ടുണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഹായ്, ഞങ്ങൾ ഇപ്പൊ ഹോട്ടലിൽ എത്തിയതേ ഉള്ളൂ. ഒരു കാര്യം കാണിച്ചു തരാം, വാ. എന്താ എടുത്തോണ്ടിരിക്കുന്നുണ്ടോ? ദ മച്ച് വെയിറ്റഡ് ഈശ്വര ട്രോഫി. സമയത്ത് എത്രേ? 2 മണി. ഞങ്ങളിപ്പോ വന്ന് കേറിയുള്ളൂ. സന്തോഷം. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. അതെ, ഒരുപാട് സ്നേഹവും താങ്ക്സും പറയാണ്. കാരണം വെച്ചാല് എന്താ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഒരുപാട് സ്നേഹം. ശരിയുടെ കൂടെ നിന്നതിന് എല്ലാവർക്കും താങ്ക് യു. അതെ, താങ്ക് യു. ബൈ ബൈ, ഗുഡ് നൈറ്റ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലക്ഷ്മിയുടെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കിയത് ഈ റീഎൻട്രി ചെയ്ത സമയത്ത്, അതായത് എല്ലാവരും കൂടി അനുമോളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സമയത്ത് ഈ ലക്ഷ്മി കൊടുത്തൊരു സപ്പോർട്ടുണ്ട് അനുമോക്ക്. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത് ഒരു രക്ഷയില്ലായിരുന്നു. കാര്യം പുള്ളിക്കാരത്തി ഭയങ്കര രീതിയിലുള്ളൊരു മെൻ്റൽ സപ്പോർട്ടാണ് കൊടുത്തത്. അതായത് ഈ ഫിനാലയിലോട്ട് എത്തുന്ന സമയത്ത് ഒന്നാതെ അതിൻ്റെ ടെൻഷൻ, പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഈ കയറി വന്ന ആൾക്കാരെല്ലാവരും കൂടെ കുറ്റപ്പെടുത്തുന്നു. ആ ഒരു സമയത്ത് അനുമോള് മാനസികമായിട്ട് കംപ്ലീറ്റ്ലി ഡൗൺ ആയിരിക്കുന്ന സിറ്റുവേഷനാണ്. ആ സമയത്താണ് ലക്ഷ്മി ചെന്ന് ആശ്വസിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് പുള്ളിക്കാരത്തി കുറേ വാക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒറ്റയ്ക്കാണ് നീ ഇനി അങ്ങോട്ട് ജീവിക്കേണ്ടത്, നീ എന്നും ഒറ്റയ്ക്കാണെന്നുള്ളൊരു വിചാരം നിനക്ക് വേണം, ഇതിനെക്കാട്ടിയും ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അനുമോളെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് തോന്നി ഇവരുടെ അടുത്ത്. കാര്യം ഒന്നുമില്ലെങ്കിലും നമ്മൾ ഉൾപ്പെടെ ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ആദിലയുടെ നൂറുടെ വിഷയത്തിൽ ശരിക്കും പറഞ്ഞാൽ അത് ഇപ്പം ഞാൻ ആലോചിക്കുന്നത് അത് തെറ്റായി പോയി എന്നാണ് ഞാനിരുന്ന് ആലോചിക്കുന്നത്. കാര്യം ആദിലയുടെ നൂറയുടെ ഒരു ക്യാരക്ടർ അത് എക്സ്പോസ്ഡ് ആയത് തന്നെയാണ്. ഇനി എന്തെല്ലാം പറഞ്ഞാലും പുറത്ത് നിന്ന് ഇനി ഞങ്ങളത് സോൾവ് ചെയ്യും, ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്സാണ്, എന്ത് തേങ്ങ പറഞ്ഞാലും ജനങ്ങൾക്ക് മനസ്സിലായി ഇവരുടെ രണ്ടുപേരുടെയും സ്വഭാവം എന്താണെന്ന്. എന്തായാലും നമുക്ക് വെച്ച് താമസിപ്പിക്കാതെ അനുമോളുടെ ഇൻ്റർവ്യൂ ഒന്ന് കാണാം. ഇനി മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് ഈ ഒരു ബിഗ് ഞാനൊരു സാധാരണ പ്രേക്ഷക എന്നുള്ള നിലയ്ക്ക് ഒരു സംശയം ചോദിക്കും. അനുവിന് കപ്പ് കിട്ടിയില്ല, അത് PR മേടിച്ചെന്നാണോ അതോ കഷ്ടപ്പെട്ട്? ഇല്ല, ഞാൻ കഷ്ടപ്പെട്ട്, ഞാൻ അത്രയ്ക്ക് അനുഭവിച്ചിട്ടുണ്ട് അവിടെ. വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് കിട്ടിയ ഒരു കപ്പാണ്. ഇപ്പോൾ അവസാനത്തെ വീക്ക് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി ഈ പുള്ളിക്കാരത്ത് എന്തുമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ കാര്യം,
തുടക്കം തൊട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾ എടുത്ത് നോക്കിക്കോ, തുടക്കം തൊട്ട് ഓരോ കണ്ടന്റുകൾ നിങ്ങൾ എടുത്ത് വെച്ച് നോക്കിയോ, അനുമോൾ കൊടുത്തിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിലും എന്തെങ്കിലും വിവാദമാവുന്ന വിഷയങ്ങൾ വരെ അനുമോൾ എടുത്ത് വെച്ച് ഇട്ടിട്ടുണ്ട്. എന്നാൽ അനുമോൾ സംസാരിക്കുന്ന പല കാര്യങ്ങളിനകത്തോട്ടും എനിക്ക് വിയോജിപ്പുണ്ട്. ഞാൻ അനുമോൾക്ക് എഗെയിൻസ്റ്റും വീഡിയോ ചെയ്തൊരു വ്യക്തിയാണ്. പക്ഷെ പുള്ളിക്കാരത്തിയുടെ ഒരു കോൺട്രിബ്യൂഷൻ ആ ഒരു ഷോയിൽ കൊടുത്തിട്ടുണ്ട്. അതിനെങ്കിലും നമ്മൾ റെസ്പെക്ട് ചെയ്യണ്ടേ? അല്ലാതെ ഒന്നും ചെയ്യാതെ സാബുമാൻ്റെ കണക്ക് ഒരു സൈഡിൽ പോയി ചുമ്മാ ഇരുന്നിട്ട് സിമ്പതിയുടെ പേരിൽ കുറച്ച് വോട്ട് കൊടുക്കുകയെന്ന് പറഞ്ഞത് അത് ഇവിടുത്തെ ന്യായമാണ്. അനുമോൾ ഇത് കളിച്ച് നേടിയ ഒരു കാര്യം തന്നെയാണ്. ഇനി എത്ര PR ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ അവിടെ പോയിട്ട് ചുമ്മാതെ ഇരുന്നിട്ട് ഒരു പ്രയോജനമില്ല. നമ്മൾ എന്തെങ്കിലും അവിടെ ചെന്ന് കാണിക്കണം, എങ്കിലും ജനങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുകയും ചെയ്യത്തുള്ളൂ, അത് വോട്ടായിട്ട് മാറത്തുള്ളൂ. അതിപ്പം ഇപ്പൊ പ്രേക്ഷകർ ചിലപ്പോൾ 1 മണിക്കൂറായിരിക്കും ഷോ കാണുന്നത്. ഇപ്പം ബിഗ് ബോസിനൊക്കെ മനസ്സിലാവും അവിടെ ഞാൻ കിടന്ന് അനുഭവിക്കുന്നത് എന്തൊക്കെയാണ്. അല്ല, നമ്മൾ 24 മണിക്കൂർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അല്ല, ഞാൻ എപ്പോഴാണ് പറയുന്നത്, ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാം. എനിക്ക് PR ടോപ്പിക്കിൽ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും അധികം സങ്കടം വന്നത്. ബിക്കോസ് ഒരാൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ഇതായിട്ട് ചെയ്യുമ്പോൾ പുറത്ത് ആൾക്കാർ മുഴുവൻ പറയുന്നത് PR കാരണം മനു ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യമാണ്. അത് ഇത്രയും കഷ്ടപ്പെട്ട് നേടിയ ഒരു കാര്യത്തിന് ഒരു വിലയും കൊടുക്കാതെയാണ് ആൾക്കാർ പറയണത്, PR കൊണ്ട് ജയിച്ചതാണ്, PR കൊണ്ട് ജയിച്ചതാണ്. അവിടെ ഉള്ള ആർക്കാണ് PR ഇല്ലാത്തത്? എല്ലാവർക്കും PR ഒക്കെ ഉണ്ട്. പക്ഷെ പറയുന്നതിനും വേണ്ടി ഒരുപാട് പൈസയൊന്നും ഒരു മനുഷ്യരും ചിലവാക്കിയിട്ടില്ല. എല്ലാവർക്കും ഇതുപോലെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ആൾക്കാരുണ്ട്. അല്ലേ തന്നെ PR ഇല്ലാത്ത ആരുണ്ട്? മുഖ്യമന്ത്രിക്ക് വരെ PR ഉണ്ട്. അപ്പം ഇതൊന്നും ഒരു വലിയൊരു സംഭവമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ PR മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ കപ്പടിക്കാനും പറ്റത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു റിയാലിറ്റി. അത് ഇനിയെങ്കിലും നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പെരുമാറ്. സ്വന്തമായിട്ടൊന്നും ചെയ്യാനും പറ്റത്തില്ല, ബാക്കിയുള്ളവർ ചെയ്യുന്ന കണ്ടിട്ട് നമുക്ക് അംഗീകരിക്കാനും ബുദ്ധിമുട്ടുള്ള ഒരു സ്വഭാവം ഉണ്ടല്ലോ, ഒരു പ്രത്യേക തരം ഒരു സ്വഭാവം. അതാണിത്, അത്രേ ഉള്ളൂ. എന്തൊരു മോശം. അപ്പം അത് അന്നത്തെ ഒരു ടോപ്പിക്കിൽ, അന്നത്തെ ഒരു സംസാരത്തിൽ വന്നൊരു കാര്യം. പിന്നെ അനുവും പറഞ്ഞു എനിക്ക് PR ഉണ്ട്. അതിനിപ്പോൾ എനിക്ക് പറയുന്ന ഒരു പ്രശ്നമില്ല. ഞാൻ ഈ പറഞ്ഞ 15-16 ലക്ഷങ്ങളൊന്നും വാരിക്കും. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറയുള്ളൂ. എനിക്ക് വീട്ടിൽ ഇരുന്നാൽ മതി. അതാണ്, 16 ലക്ഷം രൂപ PR കൊടുക്കണമെങ്കിൽ അനുമോക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫിനാൻഷ്യൽ ബാക്കപ്പ് വേണം, അല്ലേ? രണ്ടാമത്തെ കാര്യം, ഈ 16 ലക്ഷം രൂപ പുള്ളിക്കാരത്തിൻ്റെ കയ്യിൽ കൊടുക്കാനുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഒരു ഷോയ്ക്കകത്തോട്ട് വരുന്നത്? കാര്യം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയാണ്. അവിടെ ചെന്നാൽ വിജയിക്കുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് ആർക്കും ഉറപ്പില്ല. ഒരു 50-50 ചാൻസ് ആണ്. ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഒരു മനുഷ്യർ ഇങ്ങനെയുള്ള വിഡ്ഢിത്തരം പോയി ചെയ്യത്തില്ലടേ. അതാണ് ഇതിൻ്റെ ഒരു റിയാലിറ്റി. അതെന്താ നിങ്ങളാരും മനസ്സിലാക്കാത്തത്? ഞാൻ അനീഷിൻ്റെയും കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അനീഷിന് ഭയങ്കര PR ഉണ്ട്, അതാണെന്ന്. ഞാൻ ഇന്നേ വരെ വിശ്വസിക്കാത്തൊരു കാര്യമാണ്. എനിക്ക് അനീഷിൻ്റെ അനിയനെ അറിയാം, അബീഷിനെ അറിയാം, ഞങ്ങൾ സംസാരിക്കാറുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ ഈ ഒരു സീസണിൽ കപ്പടിക്കണമെങ്കിൽ ഒന്നെങ്കിൽ അനീഷ് അല്ലെങ്കിൽ അനുമോൾ. ഞാൻ അങ്ങനെ തന്നെയാണ് എൻ്റെ വീഡിയോയ്ക്കകത്ത് എല്ലാം പറഞ്ഞിട്ടുള്ളത്. കാര്യം രണ്ടുപേരും ഡിസേർവിംഗ് ആണ് എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഈ അവസാന നിമിഷമാണ് നിങ്ങൾ ഈ 12ാമത്തെ ആഴ്ചയിലൊക്കെ നിങ്ങൾ വോട്ടിംഗ് നോക്കണം. വളരെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ അനീഷും അനുമോളും തമ്മിൽ. പക്ഷേ അനുമോൾക്ക് വോട്ട് കൂടാനുള്ള കാരണം എന്താണ്? ഈ പുറത്തുനിന്ന് വന്ന കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടെ ഉണ്ടാക്കി കൊടുത്തതാണ് ഈ പറയുന്ന വോട്ടും കാര്യങ്ങളും എല്ലാം. എന്നിട്ട് ഇവർ തന്നെ കുറ്റപ്പെടുത്തുവാണ് PR എന്ന് പറഞ്ഞിട്ട്. അവർ കാട്ടിക്കൂട്ടിയ പ്രവർത്തികൾ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുവാണ്. നമുക്ക് തന്നെ അത് കണ്ടപ്പം ദേഷ്യവും വൈരാഗ്യം തോന്നി. അപ്പോൾ എല്ലാവർക്കും വാശിയായി, ഇനിയിപ്പം കപ്പടിക്കുവാണെങ്കിൽ അനുമോൾ ജയിച്ചാൽ മതി. ആ ഒരു മൈൻഡായി എല്ലാവരും. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളാണ് വിഡ്ഢികൾ. അതായത് അതിനകത്തുള്ള കണ്ടസ്റ്റൻസ് ഇവരെല്ലാവരും കൂടെ കയറിയിട്ട് ചുമ്മാ ഒന്ന് ഷോ ഓഫ് കാണിക്കാൻ വേണ്ടി നോക്കിയതാണ്, വലിയ ആളെ ചമയാനായിട്ട്. പക്ഷേ ഇവിടെ മൂഞ്ചിയപ്പോൾ ആരും മൂഞ്ചി, നീയൊക്കെ തന്നെ മൂഞ്ചി, അത്രയേ ഉള്ളൂ. അപ്പം പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷിൻ്റെ PR, എനിക്ക് ഇന്നേ വരെ ഈ നിമിഷം വരെ അനീഷിന് PR ഉണ്ടെന്നോ അനീഷ് ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ PR-ന് വേണ്ടി മുടക്കിയിട്ടുണ്ടെന്നോ ഞാൻ ഇതുവരെയും വിശ്വസിക്കുന്നില്ല. കാര്യം അവരുടെ ഫാമിലി അങ്ങനെ ഇത്രയും ഈ ഒരു കാര്യത്തിൻ്റെയൊക്കെ പേരിൽ ഒരുപാട് പൈസ ഇതിന് വേണ്ടി ചിലവാക്കുമെന്ന് എനിക്ക് ഒരു രീതിയിലും എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് ആൾക്കാർ പറയുന്നു മാഹി കേന്ദ്രീകരിച്ച് അനീഷിന് PR ഉണ്ട്, അനീഷ് ലക്ഷക്കണക്കിന് രൂപയാണ് മുടക്കിയിരിക്കുന്നത്. എടേ, ഒരു കോമണറായിട്ട് കയറിയ ഒരു വ്യക്തി അതിനകത്ത് കയറിയിട്ട് ഒരാഴ്ച പോലും നിലനിൽക്കുമെന്ന് പോലും ഹോപ്പില്ല. അങ്ങനെയുള്ളൊരു വ്യക്തിയൊക്കെ ലക്ഷങ്ങൾ മുടക്കി PR കൊടുക്കുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. എന്തായാലും ബാക്കിയോടെ കേൾക്കാം. അത്യാവശ്യം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു ഫെയിം ഉണ്ട്. അതൊക്കെ ചെയ്ത് വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി പ്രോഗ്രാം കാര്യങ്ങളുണ്ട്, ഞാൻ അത് എനിക്ക് ഒരുപാട് പ്രോഗ്രാം വരുന്നുണ്ട്, അടുത്ത സീസൺ നോക്കാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ ഞാൻ വീട്ടിൽ ആർക്ക് താല്പര്യമില്ലായിരുന്നു, ഒരു മനുഷ്യർക്ക് താല്പര്യമില്ല ഇതിലോട്ട് വരുന്നതൊന്നും. പിന്നെ നിർബന്ധിച്ച് എടുത്ത് സംസാരിച്ച് എത്ര പൈസ കൊടുത്തു? 1 ലക്ഷം കൊടുത്തു. കേട്ടല്ലേ, PR-ന് കൊടുത്തത് 1 ലക്ഷം രൂപ മാത്രമാണ്, അല്ലാതെ ഈ പറയുന്ന 16 ലക്ഷം രൂപയൊന്നും കൊടുത്തിട്ടില്ല. അതായത് ബിന്നി പറഞ്ഞിട്ടുണ്ടായിരുന്നത് 16 ലക്ഷം രൂപയ്ക്ക് PR കോൺട്രാക്ട് കൊടുത്തു, അതിനകത്ത് 50,000 രൂപ അഡ്വാൻസ് കൊടുത്തു എന്ന് അനുമോൾ പറഞ്ഞത്. അനുമോൾ ഇവിടെ പറയുന്നത് ടോട്ടൽ ഇവിടെ 1 ലക്ഷം രൂപ കൊടുത്തിട്ടുള്ളത്. മേ ബി ഇനിയിപ്പം പുറത്തിറങ്ങിയിട്ട് മേ ബി ഇനി 1-2 ലക്ഷം രൂപയും കൂടെ മേ ബി കൂടുതൽ കൊടുക്കുമായിരിക്കും. അത്രയൊക്കെ മാക്സിമം വരത്തോടെ, അല്ലാതെ ഈ പറയുന്ന ഇത്രയും ലക്ഷം രൂപയൊന്നും കൊടുക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് അനുമോൾ കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അനുമോളുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട്. എന്തായാലും ബാക്കിയോടെ കേൾക്കാം. ഇല്ല ഒരിക്കലും. കാരണം ഞാൻ പിശിക്കുകയാണ് പൈസയുടെ കാര്യത്തിൽ.
ഞാൻ കളഞ്ഞു കിട്ടുന്ന പൈസ കൂടി ഞാൻ എടുക്കുന്നവരാണ്. എന്നിട്ട് ഞാൻ അതുകൊണ്ട് അമ്പലത്തിൽ കൊണ്ടുവരും. പറഞ്ഞ വേറെ കാര്യം. പക്ഷേ ഞാൻ അങ്ങനെ പൈസ ഒന്നും കൊടുക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ അപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് ഇത്രയധികം PR കിട്ടും. അനുവിൽ നിന്ന് നമ്മൾ വലിയ എമൗണ്ട് ഒന്നും ചോദിക്കുന്നതെന്ന് കുറച്ച് പേര് പറഞ്ഞു. അനുവിന് ഓൾറെഡി ഫെയിം ഉള്ളത് കൊണ്ടും അനുവിന് ഈ പറയാൻ അവിടെ വരുന്നതില്ല, ഇങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞു, വരുന്നതിൽ അനുവിന് കുറച്ച് ഫെയിം ഉള്ളത് കൊണ്ട് അനുവിന് വലിയ എമൗണ്ടും തരണ്ട, ഞങ്ങളുടെ കൂടെ നിന്നാൽ മതി എന്നുള്ള രീതിയിൽ സംസാരിച്ചു. പക്ഷേ വിളിച്ചവരാരും അനുവിനെ ജയിപ്പിച്ച് തരാം, അനുവിനെ ജയിപ്പിച്ച് തരാമെന്നും ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ തന്നെ PR-നെ കൊണ്ട് ജയിപ്പിക്കാനൊന്നും പറ്റത്തില്ല. നമ്മൾ അവിടെ ചെന്ന് എന്തെങ്കിലും കാട്ടിക്കൂട്ടി കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും. അല്ലാതെ PR-നൊക്കെ ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പോൾ കേട്ടല്ലോ, എല്ലാവരുടെയും സംശയമായിരുന്നല്ലോ. അനുമോൾ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ടുണ്ട്, അനുമോൾ അതിൻ്റെ പേരിൽ മാത്രമാണ് കപ്പടിച്ചതെന്നൊക്കെ സംസാരിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർ ഈ ഒരു ഇൻ്റർവ്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ പിടികിട്ടും. അത് മാത്രമല്ല, ഇത് കാണണമെന്നൊന്നുമില്ല, ഇത്തിരി കോമൺ സെൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാന്നേ ഉള്ളൂ. പിന്നെ അനുമോക്ക് ഡെയിലി കിട്ടുന്ന പേയ്മെൻറ്റ് എത്രയാണെന്ന് ഇതുവരെ ആർക്കും അറിയത്തില്ല. ഒരുപാട് ആൾക്കാർ പറയുന്ന 60,000 കിട്ടുന്നു, 50,000 കിട്ടുന്നു, 20,000 കിട്ടുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ എക്സാക്റ്റ് എമൗണ്ട് നമുക്ക് അങ്ങനെ ഡിക്ലെയർ ചെയ്യാൻ പറ്റത്തില്ല. ഇവർക്ക് ഏകദേശം 9 മാസം അങ്ങോട്ട് കോൺട്രാക്റ്റ് ഉണ്ട്. 9 മാസത്തെ കോൺട്രാക്റ്റിൽ പ്രധാനമായിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് അനുമോളായിട്ട് ഇവിടെ എവിടെയും ഒന്ന് തുറന്ന് പറഞ്ഞിട്ടില്ല എനിക്ക് ഇത്ര കിട്ടും അത്ര കിട്ടുമെന്നൊന്നും. സോ അതുകൊണ്ട് ഇതൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് വളരെ നന്നായിരിക്കും. സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവരുടെ ഞങ്ങളാണ് ചെയ്തത്. നമ്മൾ സർപ്രൈസ് ചെയ്ത കാര്യം പുറത്ത് പറയുന്നത് അങ്ങനെയാണ്. അതായത് അനുവിനെ ജയിപ്പിക്കുന്നത് PR ആണ്. അനുവിനെ ജയിപ്പിക്കുന്ന അനു പകുതി വഴി എത്തിയപ്പോഴേക്കും അവരങ്ങ് ഡിക്ലെയർ ചെയ്ത് തുടങ്ങി അനുവിനെ ഞങ്ങൾ ജയിപ്പിച്ചു. അതെ, അപ്പം പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് കപ്പ് കിട്ടുന്നു. പക്ഷെ എനിക്കറിയാം ഞാൻ ഇവിടെ നന്നായിട്ട് നിന്നിട്ടുള്ളൂ, ജെന്യൂനായിട്ട് നിന്നിട്ടുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. കാരണം ഒരു PR അല്ല, ഞാൻ കഷ്ടപ്പെട്ട്, കാരണം ഞാൻ അത്ര അനുഭവിച്ചിട്ടുണ്ട് അവിടെ. ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കിട്ടിയൊരു കാര്യമാണ്. അതിന് നമ്മൾ അംഗീകരിച്ച് കൊടുക്കുക. അല്ലാതെ നമ്മൾ അതിനെ വന്നിരുന്നിട്ട് എന്താ പറയണ്ട, ഇനി പുച്ഛിച്ചിട്ടോ അല്ലെങ്കിൽ ഇനി അത് ആലോചിച്ച് സങ്കടപ്പെട്ടിട്ടോ കാര്യമില്ല. നിങ്ങൾ മറ്റൊരാളുടെ വിജയത്തിൽ നിങ്ങൾ കൂടെ പങ്കുചേരാനായിട്ട് ശ്രമിക്കുക. നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അസൂയപ്പെട്ട് കഴിഞ്ഞാൽ ലൈഫിൽ നമുക്കൊന്നും നേടാൻ പറ്റത്തില്ല. എന്നും നമ്മൾ കുഴിയിലോട്ട് പോകത്തേ ഉള്ളൂ. അതാണ് ഇതിനകത്ത് പഠിക്കേണ്ട ഒരു പാഠം. ഇനി നമ്മുടെ മുൻഷി രഞ്ജിത്ത് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ കേട്ടോണം. പുള്ളിക്കാരൻ പറയുന്ന വാക്കുകൾ എന്തു പറയണ്ട, വളരെ സത്യസന്ധമായിട്ടുള്ള വാക്കുകളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാര്യം അതിനകത്തുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പുള്ളിക്കാരൻ ആദ്യത്തെ വീക്കിൽ തന്നെ പുറത്തായി പോയി. എന്തായാലും പുള്ളി പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് കേൾക്കാം. നമസ്കാരമുണ്ട്. ഈ ഫൈനലൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ എന്ന് തോന്നുന്നു ആ ഒരു ഹാപ്പിനെസ് എത്രത്തോളം ഉണ്ട്. ഒരുപാട് വലിയ യാത്രയായിരുന്നല്ലോ. അല്ല, ഈ യാത്രയിൽ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, ഞാൻ അതിൻ്റെ തുടങ്ങിയ ദിവസവും മുതൽ അവസാന ദിവസം വരെ ഉണ്ടായിരുന്നു. ഇതിനിടയിലൊരു 100 ദിവസത്തെ ഷോയിൽ ഒരു 90 ദിവസം ലീവ് എടുത്ത് വീട്ടിൽ ഇരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് യാത്രയുടെ ഫുൾ ഹാപ്പിനെസ് ഒന്നും എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇന്നലെ നടന്ന ഫിനാലയിൽ അനുമോൾക്ക് കിട്ടുമ്പോൾ ലാസ്റ്റ് വീക്കിൽ ഞങ്ങൾ തിരിച്ചു കയറിയപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതല്ല അനുമോൾക്ക് വോട്ടായി മാറുന്ന കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. കേട്ടല്ലേ, ആ വീട്ടിനകത്ത് റീ എൻട്രി ചെയ്ത സമയത്ത് പുള്ളിക്കാരന് മനസ്സിലായതാണ് അവിടുത്തെ സാഹചര്യങ്ങളെല്ലാം കണ്ടപ്പം ഇത് അനുമോക്ക് മൊത്തം വോട്ടായിട്ട് മാറത്തേ ഉള്ളെന്ന്. കാര്യം അമ്മാതിരി കോപ്രായങ്ങളാണ് കാട്ടിക്കൂട്ടിയത് തിരിച്ച് കയറിയവർ. അപ്പം ഈ തിരിച്ച് കയറിയ കുറേ എണ്ണം ഉണ്ടല്ലോ, നീയൊക്കെ സ്വന്തമായിട്ടിരുന്ന് ചിന്തിക്ക്. നീയൊക്കെ കാരണമാണ് അനുമോക്ക് ഇപ്പം കപ്പ് കിട്ടിയത്. അല്ലെങ്കിൽ സത്യം പറഞ്ഞ ഇത് സാധനം അനീഷ് തൂക്കിക്കൊണ്ട് പോയാനെ. കാര്യം ഏകദേശം ആ ഒരു റേഞ്ചിൽ നിൽക്കുമായിരുന്നു. പക്ഷെ നിൻ്റെയൊക്കെ അനാവശ്യമായിട്ടുള്ള ഈഗോയും നിൻ്റെയൊക്കെ അനാവശ്യമായിട്ടുള്ള ഉള്ളിലുള്ള വിഷവും കാരണമാണ് ഈ പറയുന്ന അനുമോൾ ഇപ്പം കപ്പടിച്ചിരിക്കുന്നത്. ഏറ്റവും അതിനകത്ത് പ്രധാനപ്പെട്ട ആളാണ് ഈ ശൈത്യയും ബിൻസിയൊക്കെ. മെയിനായിട്ടുള്ള ആൾക്കാരാണ്. അതിലെന്ന് പറയാൻ പിന്നെ പറയണ്ട, അതും പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവുമില്ല. വെറും എന്താ പറയണ്ട, ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത കണ്ടസ്റ്റൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാനത് അവിടെ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ എപ്പിസോഡിലൊക്കെ കണ്ടുമാണ്. ഇത്രയധികം ആക്രമിക്കപ്പെട്ട അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്ത ഒരു കണ്ടസ്റ്റന്റ് ഈ സീസണിൽ വേറെ ഇല്ല. നമുക്ക് ചിന്തിക്കാം, അനീഷ് ഡിസർവിങ് ആണ്. അനീഷ് ഒരു ക്വാളിറ്റി ഉള്ളൊരു മനുഷ്യനാണ്. അയാൾക്ക് ബിഗ് ബോസ് എന്താണെന്ന് അറിയാം, അവിടെ ആ ഗെയിം കളിക്കാൻ അറിയാം, ബിഗ് ബോസ് കളിക്കാൻ അറിയാം. അയാൾ ക്വാളിറ്റി ഉള്ള മനുഷ്യനാണ്. അയാൾക്ക് കിട്ടണമെന്ന് പൊതുവെ എല്ലാവരും ആലോചിച്ചിട്ടുണ്ടാകും. പക്ഷേ നമ്മൾ സിറ്റുവേഷൻസ് മനസ്സിലാകുമ്പോൾ അനുമോളിലേക്കാണ് വോട്ടുകൾ കൂടുതൽ പോകാൻ സാധ്യതയുള്ളത്. മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ രണ്ടാമത്തെ കാര്യം. PR കൊടുക്കുക എന്ന് പറയുന്നത്, PR ഇല്ലാത്തൊരു മനുഷ്യൻ ലോകത്തില്ല. ഏത് മേഖലയിൽ പ്രവർത്തിക്കാനും PR ഒക്കെ ഉണ്ട്. അത് പണം കൊടുത്തിട്ടാവാം, അല്ലാതെ സ്നേഹം കൊണ്ട് ചെയ്യുന്നതാവാം, പണം കൂടുതൽ കൊടുത്തിട്ട് ചെയ്യുന്നതാവാം. ഒക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്താലും നമ്മളുടെ സ്റ്റഫില്ലെങ്കിൽ ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ട് കാര്യമുണ്ട്. കേട്ടല്ലോ, എത്ര PR കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ ഒരു സ്റ്റഫ് ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോയെന്ന്. അതായത് ചുമ്മാ അതിനകത്ത് വെറുതെ പോയി കിടന്ന് ഉറങ്ങിയിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. പിന്നെ അതുമാത്രമല്ല, ഇതിനകത്ത് പുള്ളി പറയുന്നുണ്ട് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കും PR ഉണ്ട്, PR ഇല്ലാത്ത ആരുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ സംഭവം. ഇത് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധിയും വിവരമാണ് നിങ്ങൾക്കൊക്കെ വേണ്ടത്. അല്ലാതെ അനാവശ്യമായിട്ട് ഇവിടെ ഇത്രയും കഷ്ടപ്പെട്ട് കിട്ടിയ ഒരു അച്ചീവ്മെൻറ്റിനെ
ഭയങ്കര രീതിയിൽ പുച്ഛിക്കുന്നേ ഉണ്ടല്ലോ, അതായത് കാശ് കൊടുത്ത് മേടിച്ചു, ഉളുപ്പില്ലാത്തവൾ എന്നൊക്കെ പറഞ്ഞ് വളരെ മോശപ്പെട്ട രീതിയിൽ നിങ്ങൾ സംസാരിക്കുന്ന കുറച്ച് സംസാരങ്ങളുണ്ടല്ലോ. അതായത് ആ ബിഗ് ബോസ് വീട്ടിനകത്തുള്ള കണ്ടസ്റ്റൻസിൻ്റെ അന്തങ്ങളായിട്ടുള്ള ഫാൻസിൻ്റെ അടുത്താണ് ഞാൻ ഈ പറയുന്നത്. അപ്പം ഇനിയെങ്കിലും അനാവശ്യമായിട്ട് ആ ഒരു പെൺകുട്ടിയെ ചുമ്മാ കടന്നാക്രമിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ പെൺകുട്ടി കേൾക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം കേട്ട് ഇനിയെങ്കിലും നിങ്ങൾ ദൈവത്തോർത്ത് വിടുക. ഈ ഒരു ഷോയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓഡിയോ കേൾപ്പിച്ച് തരാം. അതായത് അനുമോൾ കപ്പടിച്ച സമയം തൊട്ടേ പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലും പല പല വോയിസുകൾ വരുന്നുണ്ട്. അതായത് അവരുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് ജയിക്കാത്തതിൻ്റെ ഉള്ള വാശിയും വൈരാഗ്യവും എല്ലാം അനുമോളുടെ അടുത്ത് തീർക്കുവാണ്. നമുക്ക് ആ വോയിസ് കേൾക്കാം. തന്നെയാണ് ഞാൻ ഈ വോയിസ് ഇടുന്നത്. എന്തായാലും പ്രേക്ഷകർ തോറ്റു, PR വിധി പ്രകാരം ഒരു ഫാമിലി ഷോ എന്ന് പറഞ്ഞ് കളിപ്പിച്ച് മനുഷ്യരെ എന്നും മണ്ടരാക്കിക്കൊണ്ട് ഇപ്രാവശ്യവും ഈ കണ്ട ഓരോ ബിഗ് ബോസിനും ഒന്നിനും കൊള്ളിയല്ലാത്തവന്മാർ, ബിഗ് ബോസിൻ്റെ നിയമങ്ങൾക്ക് എതിരായിട്ട് കളിച്ചവന്മാരാണ് ജയിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്രാവശ്യത്തെ മോഹൻലാലിൻ്റെ തള്ളു കേട്ടപ്പോൾ എല്ലാവരും വിചാരിച്ചു എന്താ സംതിങ് ഒരു ഡിഫറെൻ്റ് ഇതിലേക്ക് വരുന്ന. ഏറ്റവും കൊള്ളിയല്ലാത്ത ഒരു സ്ത്രീയെ വെച്ച് PR വർക്കും കൂടോത്രത്തിൽ മുങ്ങിയ ഒരു ലേഡി, ഏറ്റവും കൊള്ളില്ലാത്ത ഒരു സ്ത്രീ PR വർക്കും കൂടോത്രം വെച്ചിട്ട് കപ്പടിച്ചു എന്ന് എന്തൊക്കെയാണ് വന്നിരുന്ന് പറയണത്. നിങ്ങൾക്ക് ആരാധനയും കാര്യങ്ങളൊക്കെ ആവാം, പക്ഷേ നിങ്ങൾ അന്ധമായിട്ട് ഒരു മനുഷ്യനെ ഇങ്ങനെ പോയി സ്നേഹിക്കാതിരിക്കും. ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റിനെ നിങ്ങൾ അന്ധമായിട്ട് സ്നേഹിച്ചതിൻ്റെ വാശിയും വൈരാഗ്യവുമാണ് നിങ്ങൾ വേറെ പെൺകുട്ടിയുടെ അടുത്ത് ഇപ്പം തീർക്കുന്നത്. അല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? ഇത് ജസ്റ്റ് ഒരു ഷോയാണ്, ഇതൊരു റിയാലിറ്റി ഷോയാണ്. അതുപോലും മനസ്സിലാക്കാനുള്ള ബോധമില്ലടെ ഇവർക്ക് ആർക്കും. എനിക്കൊന്നും പറയാനില്ല. ഇതിപ്പം എല്ലാവരും കൂടെ കൂടിയിട്ട് ആ ഒരു പെങ്കൊച്ചിനെ കൊല്ലുകൂടെ നിങ്ങൾ? അവർ വന്ന പ്രാഗി അവരുടെ പ്ലാച്ചി എന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ട സാധനം കൈ കൊണ്ടുവന്ന് ഉഴുത് അവർ എന്തെല്ലാം വൃത്തികേടുകൾ കാണിച്ചാണ് അവർ ഓരോരുത്തരെ അവിടുന്ന് തട്ടിവിട്ടു. ഇതിപ്പോൾ ഇവളുടെ മുഖം കാണാൻ ആർക്കായിരുന്നു താല്പര്യം? ഇവളുടെ മുഖം കാണാൻ ആർക്കായിരുന്നു താല്പര്യമെന്ന് ഇവിടെ നിങ്ങൾ കുറ്റപ്പെടുത്തേണ്ട ആരെയെന്നറിയോ? ഈ തിരിച്ച് റീഎൻട്രി ചെയ്ത കണ്ടസ്റ്റൻസിനെയാണ് നിങ്ങളെല്ലാവരും പോയി തെറി വിളിക്കേണ്ടത്, അല്ലാതെ വേറെ ആരെയൊന്നുമല്ല. അനുമോളെ തീത്തൊളിച്ചിട്ടൊന്നും ഒരു പ്രയോജനമില്ല. കാര്യം ഇവരെല്ലാവരും കൂടെ കൂടിയിട്ടാണ് അനുമോൾക്ക് കപ്പ് മേടിച്ചു കൊടുത്തത്. അതിന് ഒരാളെ നമ്മൾ മാക്സിമം എത്രത്തോളം നമ്മൾ ആ ഒരു ഷോയ്ക്കകത്ത് കോർണർ ചെയ്യുന്നുണ്ടോ ആ ഒരാൾ തന്നെ വിന്നറായിട്ട് മാറും. അത് തന്നെയാണ് ഈ ഇത്രയും കാലത്തെ സീസണുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സീസൺ 2 രജിത് കുമാറിനെ നിങ്ങളൊന്ന് എടുത്തു പോകും. എല്ലാവരും കൂടി കടന്നാക്രമിക്കുന്ന കണ്ടിട്ട് ജനങ്ങൾക്കത് സഹിക്കാൻ പറ്റാതെയായിരുന്നു പുള്ളിക്കാരനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ്. അനുമോളെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലോട്ട് പോയപ്പോഴത്തേക്ക് ജനങ്ങൾക്ക് അത് സ്വാഭാവികമായിട്ടും സങ്കടവും വിഷമവും തോന്നിയതിൻ്റെ പേരിലാണ് അത് വോട്ടായിട്ട് മാറിയത്. അല്ലെങ്കിൽ ബാക്കിയൂടെ കേൾക്കാം. നല്ല കഴിവുള്ളവരെ മുഴുവൻ വിട്ടിട്ട് ഈ കരച്ചിൽ റാണിയെ വെച്ചുകൊണ്ടിരുന്നു. നാണം ഉണ്ടോ നിങ്ങൾക്ക്? നാണം എന്ന് പറയുന്നതുണ്ടോ? ഇനി മേലിൽ ഈ ഷോ കാണത്തില്ല. ഇത് ഇന്നുകൊണ്ട് തന്നെ ബഹിഷ്കരിച്ചിരിക്കുന്നു. പ്രേക്ഷകർക്ക് ഒരു പട്ടിയുടെ വില പോലും കൽപ്പിക്കാതെ PR-ന് ലക്ഷങ്ങളുള്ളവർക്ക് അപ്പോൾ ഇനി ഈ ഷോയിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ. ലക്ഷങ്ങൾ ഇതുള്ളത് ബിജു പിന്നെ ഏത് പെണ്ണിനെയും വിജയിപ്പിക്കും. അത് പിന്നെ അങ്ങനെയാണല്ലോ നല്ലത്. ഇത് പ്രേക്ഷകരുടെ മനസ്സിൽ വിന്നർ അനീഷ് തന്നെയാണ്. ഇവക്കൊരു ട്രോഫി കിട്ടിയെന്ന് മാത്രമേ ഞങ്ങൾ വിചാരിക്കൂ. കാരണം അവൾ ഒന്നിനും യോഗ്യതയില്ല. നിങ്ങളുടെ മനസ്സിലൊക്കെ വിജയ് അനീഷ് തന്നെ ആയിരിക്കട്ടെ. പക്ഷേ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അനീഷ് എന്ന് പറയുന്ന ഒരാൾക്കും നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കുവാണ്. കാര്യം അയാളുടെ ഫാനാണെന്നും പറഞ്ഞ് നിന്നിട്ടാണ് നിങ്ങൾ ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റിനെ ഇതേപോലെ ഇങ്ങനെ ചീത്ത വിളിക്കുന്നത്. അതായത് ഭയങ്കര മോശമായിട്ടുള്ള വാക്കുകൾ നിങ്ങൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഒരു പെൺകുട്ടിയെ നിങ്ങൾ ഇത്രയും മോശമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെയൊക്കെ വന്ന് സംസാരിക്കേണ്ട ആവശ്യം എന്താണ്? അത് അനുമോൾക്ക് കപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അനുമോളുടെ കഴിവെന്നേ ഞാൻ പറയത്തുള്ളൂ. അല്ലാതെ നമ്മളൊക്കെ ഇവിടെ വന്നിരുന്ന് കരഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതെല്ലാ സീസണുകളിലും ഉള്ളതാണ്. ഇനി ഞങ്ങൾ ഈ ഷോ കാണത്തില്ല, ഞങ്ങൾ ഈ ഷോ ബഹിഷ്കരിക്കുവാണ്. എന്നാൽ ഒരു ഉളുപ്പും ഇല്ലാതെ അടുത്ത വർഷം തൊട്ട് ഈ ഷോ പിന്നെയും കാണാൻ തുടങ്ങും. ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇതൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു പ്രയോജനമില്ല. കാര്യം ഇവറ്റകൾക്കൊന്നും തലയിൽ കയറത്തില്ല. ശരിക്കും ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെയുള്ള ഓരോ വോയിസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് എന്ത് പ്രയോജനമാണുള്ളത്? നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ ഇതിൻ്റെയൊക്കെ പുറകെ നടക്കുന്നത്. ഞങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സിന് പിന്നെയും എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടെന്നെങ്കിലും പറയാം. പക്ഷേ നിങ്ങളെയൊക്കെ സംബന്ധിച്ച് നിങ്ങൾ ഇത്രയും ഇമോഷണലി വീക്കായിട്ട് ഇങ്ങനെ ബാക്കിയുള്ളവരെയൊക്കെ തെറി വിളിച്ചിട്ട് നിങ്ങൾക്കൊന്നും കിട്ടാനില്ല. അതേപോലെ തന്നെ നിങ്ങൾ ആരെയും അന്ധമായിട്ട് പോയി സ്നേഹിക്കാതിരിക്കുക. അങ്ങനെ സ്നേഹിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ തന്നെയായിരിക്കും അവസാനം പണി കിട്ടാൻ പോകുന്നത്. ഈ കൊടുക്കുന്ന സ്നേഹമൊന്നും നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമോ നിങ്ങൾ ജമ്മൻ്റെ കാലത്ത് ചിന്തിക്കാൻ വേണ്ട. ട്രോഫി കിട്ടിയെന്ന് മാത്രമേ ഞങ്ങൾ വിചാരിക്കൂ. കാരണം അവൾ ഒന്നിനും യോഗ്യതയില്ലാത്ത, അവൾ ലാസ്റ്റ് മൊമെന്റ് വരെ അവൾ എഴുത്തും കുത്തും അതിനകത്ത് നടക്കാൻ പാടില്ലാത്ത. ഇത് അനീഷായിരുന്നെങ്കിൽ ബിഗ് ബോസ് എന്നെ അദ്ദേഹത്തെ എടുത്ത് ദൂരെ എറിഞ്ഞാൽ ഒരു വാക്കും ഇന്ത്യയിൽ അനീഷിനെതിരെ ബിഗ് ബോസ് ഷൗട്ട് ചെയ്യുന്നതാണ് ഞങ്ങൾ കണ്ടത്. അയാളെ ഒരു അടിമയെ പോലെയാണ് നിങ്ങൾ അതിനകത്ത് വെച്ചുകൊണ്ടിരുന്നത്.
എന്നിട്ട് ഒരു കോമണർ അദ്ദേഹത്തെ ഇത്രയധികം പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട് കൊണ്ടുവന്നിട്ട്. ഞാനിവിടെ നിങ്ങൾക്ക് വേറൊരു കാര്യം പറഞ്ഞുതരാം. ഇവിടെ മൈജി എന്ന് പറയുന്ന ഒരു കോൺടെസ്റ്റിലൂടെ കണ്ടാണ് അനീഷ് ഈ ഒരു ഷോയ്ക്കകത്ത് കയറിയത്, കോമണർ എന്ന് പറഞ്ഞ്. അത് മാത്രമല്ല ഈ മൈജിയിൽ ഈ പുള്ളിക്കാരൻ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. പിന്നെ സീസൺ 4ലും 5ലും ഒക്കെ ഓഡീഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ഇവിടെ അനീഷ് കപ്പടിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ എന്തെല്ലാം പേരുദോഷം കേൾക്കേണ്ടി വന്നേനെ? അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചോ? പോട്ട്. ഇനി മൈജി എന്ന് പറയുന്നത് ബിഗ് ബോസിൻ്റെ മെയിനായിട്ടുള്ള സ്പോൺസേഴ്സാണ്. അപ്പോൾ ഒരു പക്ഷേ അനീഷ് കപ്പടിച്ച് കഴിഞ്ഞാൽ ഇത് മൈജിയും ഏഷ്യാനെറ്റും തമ്മിലുള്ള ടൈപ്പാന്നുള്ള രീതിയിൽ വരെ വരുത്തി തീർത്തേനെ. ഇതിപ്പോൾ അനുമോൾ കപ്പടിച്ചപ്പോൾ നിനക്കൊക്കെ PR ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി അതായി ഇതായി. അനീഷ് കപ്പടിച്ചിട്ടുണ്ടായിരുന്നെങ്കിലോ ഇവിടെ മൈജി മനഃപൂർവ്വം ചെയ്ത പരിപാടിയാണ്. അങ്ങനെയൊക്കെയുള്ള രീതിയിലല്ല ഇത് വരുത്തി തീർക്കത്തുള്ളായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ സീസണുകളിലും ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ കാണും. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ ആരും പോയി ഇങ്ങനെയൊക്കെയുള്ള മണ്ടത്തരങ്ങൾ നിങ്ങളൊക്കെ പോയി ചെയ്യാതിരിക്കുക. കാര്യം നിങ്ങളുടെയൊക്കെ ക്വാളിറ്റിയാണ് ഇവിടെ നഷ്ടപ്പെടുന്നത്. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ഈ വോയിസ് ഒരുപാടുണ്ട്, എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. കാര്യം ഒരു മര്യാദ വേണ്ടേ? വന്നിരുന്നിട്ട് ഒരു പെൺകുട്ടിയെ പറ്റിയിട്ട് കൂടോത്രമാണ്, അവൾ എന്തൊക്കെയാണ് കാണിച്ച്, അവൾ പ്ലാച്ചി എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, അവൾ മറ്റവളാണ് മറിച്ചവളാണ്, എന്തൊക്കെ പറയുന്നത്. അനുമോക്ക് ഇവരൊക്കെ ആരാന്ന് പോലും പേഴ്സണലി അറിയത്തില്ല. അനുമോൾ ഇവരെ പറ്റിയിട്ടൊന്നും ഒരക്ഷരവും പോലും അനാവശ്യങ്ങൾ എവിടെയും പറയുന്നത് പോലുമില്ല. ഒന്നും പറയാനില്ല. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.